നമസ്കാരം. ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ്. ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ഒന്ന്. ഏവരും കാത്തിരിക്കുന്നതായ ഒരു ദിവസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. തന്നിരിക്കുന്നത് ഭഗവാന്റെ 2 ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരണം, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖ ദുരിതങ്ങൾ ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2-ൽ ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഈ വിശേഷപ്പെട്ടതായ ദിവസം ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ ചിത്രമായ അഥവാ ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില വിജയങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലായിരിക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ വിജയങ്ങൾ കൈവരിക്കാൻ പോകുന്നത്. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ജോലി ലഭിക്കാതിരിക്കുന്നതായ സാഹചര്യങ്ങൾക്കോ മാറ്റങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സാധ്യത ഈ സമയം നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. അനുകൂലമായ യാത്രകൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ ചില യാത്രകൾ നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അനുകൂലമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുക. ആഗ്രഹിച്ചതായ സ്ഥലത്തേക്കുള്ള യാത്രകൾ അത് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങുക തന്നെ ചെയ്യും. മനസ്സിന്റെ വിഷമതകൾ നിങ്ങൾക്ക് ഉണ്ട്. അത് എപ്രകാരം തരണം ചെയ്യണം എന്ന് അറിയാത്തതായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങളാണ് ഉള്ളത്. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം നടക്കേണ്ടതായ പല കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഇപ്പോൾ കാലതാമസം നേരിടുന്നു എങ്കിൽ പോലും ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. കൂടാതെ ഈ സമയം ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സഹപ്രവർത്തകർ അവരുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് പലവിധ സഹായങ്ങളാകാം, സാമ്പത്തികമാകാം, പിന്തുണകളാകാം, അല്ലെങ്കിൽ നിങ്ങൾ തളർന്നിരിക്കുന്നതായ സമയത്ത് ലഭിക്കുന്നതായ ആശ്വാസ വാക്കുകളാകാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കാരണം ഈ സമയം പലവിധ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക.
കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനവിനിയോഗം ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് സഹായിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രാർത്ഥിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദുഃഖങ്ങൾ പലതുണ്ട് എങ്കിൽ പോലും പുറമെ കാണിക്കാത്തതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അത്തരം ദുഃഖങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകലുകയോ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. കൂടാതെ ഈ സമയം പോസിറ്റീവായ ഊർജം നിങ്ങളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഏത് കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ സംഭവിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഭഗവാനെ നിത്യവും ആരാധിക്കുന്നത് അതീവ ശുഭകരവുമാണ്. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്ന് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് കുടുംബ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പരാധീനതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും പുറമെ കാണിക്കാത്തതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. എന്നാൽ അതിൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളാലും സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാവുന്നതാണ്. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി, പ്രധാനമായും നിങ്ങളുടെ ഉയർച്ച, നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിലുള്ള അസൂയയാലും ഇപ്രകാരം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷമായ അത്ഭുതകരമായ കാര്യങ്ങൾ, അപ്രതീക്ഷമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നേർ വിപരീതമായി നടക്കുന്നു എന്നതും നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രശ്നം തന്നെയാകുന്നു. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക തടസ്സങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകളുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. വിദ്യയിൽ ഉയർച്ച നേടുക, കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൊയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ധനപരമായ പുരോഗതി, ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതായ സാഹചര്യങ്ങളുണ്ട്. ആത്മാർത്ഥമായി നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഭഗവാനോട് പലവിധ പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ട്. ആ പ്രാർത്ഥനകൾ നടക്കും എന്ന ഉറച്ച വിശ്വാസം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അത്തരം പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഫലം കാണുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിച്ച് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കൂടാതെ കളങ്കമില്ലാത്തതായ വ്യക്തികൾ എന്ന പ്രത്യേകത നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ പലരും നിങ്ങളെ മനസ്സിലാക്കുവാൻ അല്പം കൂടി സമയം എടുത്തു എന്ന് വരാം. എന്നാൽ അവരത് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അർഹിക്കുന്നതായ സ്ഥാനങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതുമാണ്. പെട്ടെന്ന് തന്നെ സന്തോഷവും പെട്ടെന്ന് തന്നെ വിഷമിക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ചിന്തകൾ വളരെയധികം മനസ്സിനെ പലവിധ ആശയക്കുഴപ്പങ്ങളിലേക്കും തള്ളിവിടുന്നു എന്നത് വാസ്തവമാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് വളരെ വിഷമകരമായ ഒരു കാര്യമാകുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നതിനാൽ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്നതുമാണ്. സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. അപവാദങ്ങൾ അനുഭവിക്കുന്നു എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം സഹായിച്ചവർ
തിരികെ സഹായിക്കുന്നില്ല എന്ന പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നു എന്നതാണ് വാസ്തവം. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നതായ വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനോ അവരെ നിങ്ങളുടെ പക്കലേക്ക് തിരികെ കൊണ്ടുവരുവാനോ സാധിക്കുന്നതാണ്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ വിജയം കാണും എന്ന കാര്യവും ഓർക്കുക. കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തന്നെ സംഭവിക്കാം. കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളാലും ബന്ധപ്പെട്ട് മനസ്സിൽ വന്ന് ചേർന്നിരിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതാണ്. ഈ സമയം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യവുമാകുന്നു.